ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവ് ദൂത് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുക. ഇന്ന് ഒരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത്, ഒത്തിരി നാളായിട്ട് കർത്താവിനോട് ചോദിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടാതെ നിരാശപ്പെട്ട് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും അവരുടെ പ്രാർത്ഥനകൾ എത്രയും വേഗം ദൈവം സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരുമിച്ച് കർത്താവായ ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന ദൈവമക്കളായ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചോളമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം 10-ാം അധ്യായം 36-ാമത്തെ തിരുവചനം. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതിന്റെ പശ്ചാത്തലം സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും വന്ന് ഈശോയോട് ചോദിക്കുന്നതാണ്. ഞങ്ങളിൽ രണ്ടുപേരിൽ ഒരുവൻ നിന്റെ വലത്തും ഇടത്തും ആയിരിക്കണമെന്ന ആവശ്യമാണ്. അതുകൊണ്ട് ഈശോ അവർക്ക് പറയുന്ന ഒരു മറുപടിയുണ്ട്, ഈ നിങ്ങൾ ചോദിച്ച കാര്യം തരേണ്ടത് ഞാനല്ല, അത് പിതാവ് ആർക്ക് വേണ്ടി ഒരുക്കുന്നു അവർക്കുള്ളത്. അപ്പോൾ ചില പ്രാർത്ഥനകൾക്ക് താമസം വരുന്നതും ചില പ്രാർത്ഥനകൾ നമ്മൾ ചോദിക്കുന്നതും ഇത് ദൈവഹിതം കൂടിയാണോ എന്നും കൂടി വചനത്തിലൂടെ ഈശോ നമ്മളെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി കാലങ്ങളായി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഏതെങ്കിലും കാര്യം സാധിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. ദൈവം ആ തക്ക സമയത്ത് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഈ നിമിഷങ്ങളിൽ പണി പൂർത്തീകരിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിരവധിയായ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ട എല്ലാ മക്കളിലും അങ്ങയുടെ സ്വർഗീയമായ അനുഗ്രഹം ഉണ്ടാകാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യണമെന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഓക്കെ.